കർണാടക ഷിരൂരിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ 11ാം ദിവസവും തുടരുന്നു. പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായി തുടരുന്നതും ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും തിരച്ചിലിന്റെ വെല്ലുവിളിയായി തുടരുകയാണ്. സൈന്യം പുഴയിൽ ഇറങ്ങിയ സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നു. ജോസഫ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജോസഫ്, എന്തായാലും ഈ പുഴയ്ക്കടിയിലുള്ള അടിയൊഴുക്ക് അത് ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. മറ്റൊരു വശം നോക്കുമ്പോൾ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇന്ന് തന്നെ നമുക്ക് ആ വാഹനം പുറത്തെടുക്കാൻ സാധിക്കുമോ? വിവരങ്ങൾ. ഭദ്ര, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് ഇവിടെ മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ദൗത്യം തുടരണമെന്ന് ഈ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നുള്ള ഒരു പ്രധാന വിവരമാണ്. അതിനുശേഷം അദ്ദേഹം ഈ മറ്റു ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങും. ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു ദൃക്സാക്ഷിയുടെ മൊഴി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. മറുകരയിലുള്ളായിരുന്ന ഒരാൾ ലോറിയുടെ ക്യാബിൻ കണ്ടതായി പറയുന്നു. ഈ ഭാഗത്ത് തന്നെയാണ് ഈ സിഗ്നൽ കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ കൂടുതലായി ഇപ്പോൾ മണ്ണ് നീക്കിയും മറ്റ് ഛായാഗ്രഹങ്ങൾ, ചിത്രങ്ങൾ ശേഖരിച്ചും പരിശോധന ഇപ്പോൾ കാര്യക്ഷമമായി തുടരുകയാണ്. നേവിയുടെയും NDRFന്റെയും SDRFന്റെയും പോലീസ്, ഫയർ തുടങ്ങിയിട്ടുള്ള നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് പുഴയിൽ 8 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഇപ്പോൾ 8 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണമെന്നൊരു നിലപാടാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാരിന് മറ്റൊരു നിലപാടാണുള്ളത്. ദൗത്യം തുടരണം, നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ പറയുന്നത്. ഇന്ന് പ്രധാനമായും ഈ ലക്ഷ്മണന്റെ കടയുടെ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം നടത്തുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സാധ്യത പറയുന്നത് ഈ ലക്ഷ്മണന്റെ കടയുമായി ബന്ധപ്പെട്ടാണ്. ഈ കാണാതായ മറ്റുള്ളവർക്ക് വേണ്ടിയും ഈ ലക്ഷ്മണന്റെ കടയുടെ ഭാഗത്തെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ലോറിയുടെ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ ചിത്രങ്ങൾ ശേഖരിക്കുന്നത് വഴി നിർണായകമായ സൂചനകൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ നിർണായകമാകേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെയും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളാണ്. ഒരുപക്ഷെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ദുഷ്കരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മുഹമ്മദ് റിയാസ് അതേസമയം പുതിയൊരു സിഗ്നൽ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ലോറിയുടേതിന് സമാനമായിട്ടുള്ള മറ്റൊരു സിഗ്നൽ, അത് ഈ പുഴയുടെ മധ്യഭാഗത്ത് നിന്ന് കിട്ടി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഭദ്ര സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ ദൃക്സാക്ഷിയുടെ മൊഴികളിലാണ് ഇത്തരത്തിൽ ഈ ഭാഗത്തായി കണ്ടു എന്ന് പറയുന്നത്. ഇവിടെ ഈ ലോഹഭാഗങ്ങളുടെ ഒരു സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുള്ളത്. പരിശോധനകൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ദൃക്സാക്ഷിയുടെ മൊഴിയിൽ അടിസ്ഥിതമായിട്ടുള്ളതും സാങ്കേതിക വിദ്യയിൽ തെളിഞ്ഞതുമായിട്ടുള്ള ഒരു സൂചനകളിൽ നിന്ന് വ്യക്തമായ നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, ലോറിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ നീരൊഴുക്ക് കുറഞ്ഞെങ്കിൽ മാത്രമേ ഈ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുവാനും ഈ കൃത്യമായ വിവരങ്ങളിലേക്കും എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ അസംഷനുകൾ, അതായത് ചില അനുമാനങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഈ അനുമാനങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പരിശോധനയും മറ്റുമാണ് ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം അത്രത്തോളം വിജയകരമാണ് എന്നുള്ളതും പ്രവചനാതീതമാണ്. എന്തായാലും ഈ ദൗത്യസേന ഏറ്റെടുത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. പുഴയിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള ഒരു ചിന്തയും അധികൃതരുടെ മുമ്പിലുണ്ട്. മറ്റ് സംവിധാനങ്ങളെ കുറിച്ചും മറ്റ് ബദൽ സംവിധാനങ്ങളും
ബദൽ സംവിധാനങ്ങളെക്കുറിച്ചും മറ്റ് ആക്ഷൻ പ്ലാനുകളെക്കുറിച്ചും ആലോചിച്ച് വരികയാണ്. ഇപ്പോൾ തുടർന്നുകൊണ്ട് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ മാറ്റണോ, മറ്റ് പുതുതായി എന്തെങ്കിലും ആവിഷ്കരിക്കണമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിന് ശേഷം തീരുമാനിക്കും. കേരളത്തിൽ നിന്നുള്ള AK ശശീന്ദ്രൻ ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ കളക്ടർ, MLA മാർ, മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവിടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കൂടിയാലോചന നടത്തുകയാണ്. അതിനുശേഷം ഈ ദൗത്യത്തിന്റെ ഭാവി എന്താകുമെന്നതിനെ കുറിച്ച് കൃത്യമായ വ്യക്തത വരും. ഭദ്ര. ജോസഫ്, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് നമുക്കറിയാം, ഈ അർജുനോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഉണ്ടായിരുന്നു, അതായത് ശരവണൻ. അദ്ദേഹത്തിന്റെ മൃതദേഹം നമുക്ക് ലഭിച്ചു എന്നൊരു വാർത്ത ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതേ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ ഒരു ഷൺമുഖന്റെ ചായക്കട അത് കേന്ദ്രീകരിച്ചൊക്കെ അർജുനായും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നിലവിൽ ആ ഭാഗത്തുള്ള തിരച്ചിൽ? ആ ഭാഗത്തും ഇപ്പോൾ ഊർജിതമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ശരവണന്റെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് DNA പരിശോധനയിൽ തെളിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ രീതിയിൽ പരിശോധന, അതായത് ലക്ഷ്മണന്റെ കടയോട് ചേർന്ന ഭാഗത്തെ പരിശോധനകളിൽ അത് ഫലം കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ ലക്ഷ്മണന്റെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ മൃതദേഹത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി കണ്ടെത്താൻ സഹായിക്കണമെന്നാണ് ഈ ശരവണന്റെ കുടുംബമടക്കം ആവശ്യപ്പെട്ടിരുന്നത്. ഭദ്ര. ശരി, ജോസഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴിതാ ഏറ്റവും നമുക്ക് ഒടുവിൽ ലഭിക്കുന്നൊരു വിവരം എന്ന് പറയുന്നത് പുതിയ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പുഴയുടെ ഏകദേശം മധ്യഭാഗത്താണ് ഈ ഒരു സിഗ്നൽ ഉള്ളത്. എന്തായാലും ഒരു ദൃക്സാക്ഷിയും അത് സംശയിക്കുന്ന രീതിയിൽ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇത് ലോറിയുടേതാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഷൺമുഖന്റെ ചായക്കട കേന്ദ്രീകരിച്ചും അവിടെ ചായക്കട നിന്നിരുന്ന ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചും ഇപ്പോൾ മണ്ണെടുപ്പ് തുടരുകയാണ്.